Hello, good evening, my dear students. Today I am going to discuss another important concept of operations management. That means functions of operation manager or operations management. സോ ഈ ഒരു ഫങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ ഏതൊക്കെ മൊഡ്യൂളായിട്ട് നമ്മുടെ സിലബസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ ആ ഈവൻ എല്ലാ മൊഡ്യൂൾസും അതിൻ്റെ കോൺസെപ്റ്റും നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജർ ഫങ്ഷൻസ് ആയിട്ടാണ് ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ ബിഫോർ മൂവ് ടു ദി ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജർ you have to study what you mean by operation manager or who is an operation manager. Who is an operation manager or production manager? A manager or a person having the entire responsibility of production activities, from planning to the actual execution of a production activities. All the responsibilities comes under operations manager. Then ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആണ്. എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്? ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി പ്രിപ്പറേഷൻ ഓഫ് ഷോർട്ട് ടേം ഗൈഡിംഗ് പ്ലാൻസ് ബിഫോർ സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷൻ. സോ വി ഓൾറെഡി നോ വാട്ട് യു മീൻ ബൈ പ്ലാനിംഗ്. That is deciding in advance what is to be done in future. Then here we say the term production planning. What is production planning? Before starting production, some short-term guiding plans have to be prepared by an operation manager. The demand to a product, the manager should forecast. Then what quantity of material is required to produce a particular product. But then what kind of machine requires. Okay, so these are important short-term plans have to be done by operation manager before starting production. So here in the case of production planning, and the second one is production control. Generally, the term production planning and control, that means PPC, production planning and control, is one of the important function of operation management. In the case of production planning, we have a different elements of production planning. That is routing, scheduling, dispatching, etc. Then some other elements in the case of production control. So നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ആസ് എൻ ഓപ്പറേഷൻ മാനേജർ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. നമുക്കൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ നമുക്ക് കിട്ടണം. നമ്മുടെ കയ്യിൽ റോ മെറ്റീരിയൽസ് എത്ര വേണം, ഫ്രം വെയർ വി പ്രൊക്വയർ ദി മെറ്റീരിയൽ, അല്ലേ? ദെൻ ഏത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറിന് കയ്യിൽ കൊടുക്കേണ്ടത്, അല്ലേ? നമ്മളെ ക്വാളിറ്റി പോളിസിക്ക് അനുസരിച്ചുള്ള മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, വെൻഡറിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. വെൻഡർ സെലക്ഷൻ, പല കോൺസെപ്റ്റും ഉണ്ട്. സോ ഇവിടെ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഷോർട്ട് ടേം ഗൈഡിങ് പ്ലാൻസ് നമ്മൾ ഉണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പെർട്ടിക്കുലർ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ ചെറിയ ചെറിയ പ്ലാൻസ്. അതായത് നമ്മൾ രാവിലെ എത്ര മണിക്ക് ഒരു പെർട്ടിക്കുലർ ഫാക്ടറി തുടങ്ങി, എംപ്ലോയീസ് എത്ര മണിക്ക് നമ്മുടെ കമ്പനിയിൽ വന്നു, അവർ ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ അണ്ടറിൽ വരണം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ആണ്. എന്താണ് ഒരു എംപ്ലോയി ചെയ്യേണ്ടത്, ചെയ്യാൻ പോകുന്നത്, അത് പ്ലാൻ ചെയ്യണം. ഇന്നത്തെ ദിവസം എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അതും നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് അണ്ടറിൽ വന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ കൺട്രോൾ. എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു പ്രൊഡ്യൂസ് ദി പ്രൊഡക്റ്റ് അറ്റ് എ പോസിബിൾ മിനിമം കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് ഓൾ സോർട്സ് ഓഫ് വേസ്റ്റേജ്. അല്ലെ? പ്ലാനിങ് ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി കൺട്രോളിങ് അവിടെ ഉണ്ട്. എന്തുകൊണ്ടാ? We compare the actual performance with the standards. We have already know the steps in the case of controlling. അല്ലേ? നമ്മുടെ മാനേജ്മെന്റ് സബ്ജക്റ്റിൽ കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്, അല്ലേ? പ്ലാൻ ചെയ്യുന്നത് എന്താ? ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു. ദെൻ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ നടന്നോ എന്ന് നോക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കൺട്രോളിങ്. സോ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ നടന്നോ. ഈ പ്രൊഡക്ഷൻ നടന്നോ എന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇവിടെ വരുന്നത് എന്താ? എത്രത്തോളം നമ്മൾ വേസ്റ്റേജ് കുറച്ചുകൊണ്ട്, അല്ലെ, ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എത്ര ക്വാണ്ടിറ്റി ഓഫ് എമൗണ്ട്, എത്ര ക്വാണ്ടിറ്റി ഓഫ് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അത് പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ഹെൽപ്പോട് കൂടി, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. സോ പ്രൊഡക്ഷൻ പ്ലാനിങ്ങും ഓപ്പറേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ ചെയ്യുന്നു. ദെൻ പ്രൊഡക്ഷൻ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഓപ്പറേഷൻ മാനേജറുടെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ് അനാലിസിസ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡി ദ ടേം മെത്തേഡ് സ്റ്റഡി. ആരാണ് മെത്തേഡ് സ്റ്റഡീന്റെ കോൺട്രിബ്യൂട്ടർ? ആരാന്ന്?
അല്ലേ? FW ടൈലർ, ഫെഡറിക് വിൻസ്ലോ ടൈലർ. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കണം എന്തുകൊണ്ട് അവിടെ FW ടൈലർ വരാൻ കാരണം. നമ്മൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാ? അയാള് ഒരു എഞ്ചിനീയർ ആണ്, ഒരു ടെക്നീഷ്യൻസ് ആണ് അല്ലേ, ഒരു സയന്റിഫിക് നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. സോ അപ്പൊ നമുക്ക് അവിടെ ആ തിയറി വന്നത് എങ്ങനെയാ? ഒരു ഫാക്ടറിയിൽ അയാൾ വർക്ക് ചെയ്തു, അവിടുന്ന് വർക്ക് ചെയ്ത് അയാൾക്ക് പല എക്സ്പീരിയൻസും ആണ് അയാളെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിച്ചത് അല്ലേ? സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ് അനാലിസിസ് ആണ്. ഓപ്പറേഷൻ മാനേജറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷൻ ആണ് മെത്തേഡ് അനാലിസിസ്. അപ്പോൾ സെലക്ട് ദി ബെസ്റ്റ് മെത്തേഡ് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. That is, there are different methods for doing a job. So find out the best method is an important function of operation manager. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറേ ഐഡിയാസ് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു അസ്, അതാദ്യം മനസ്സിലാക്കണം. സോ ദിസ് ക്യാൻ ബി ഡൺ ഓൺലി ത്രൂ മെത്തേഡ് അനാലിസിസ്. നെക്സ്റ്റ് വൺ ഈസ് ക്വാളിറ്റി കൺട്രോൾ. ഓപ്പറേഷൻ മാനേജർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും നമ്മുടെ സിലബസിൽ ലാസ്റ്റ് മൊഡ്യൂളിൽ ഇത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ് എക്സെട്ര. സോ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജറുടെ ഒരു ഫംഗ്ഷൻ ആണ്. എന്താണ്? എൻഷുറിംഗ് ദി ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ മാനേജർ അല്ലേ? നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പൊ അതിന് വേണമെന്ത്? ക്വാളിറ്റി പോളിസി കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ? പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആ പോളിസി എന്താ? നമ്മൾ പല ടേംസ് ഒക്കെ കേൾക്കുന്നുണ്ട്, ISO സർട്ടിഫിക്കറ്റ് അല്ലേ? നമ്മൾ പല രീതിയിലുള്ള ക്വാളിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് കസ്റ്റമേഴ്സ് ആർ ഓൾവേസ് പ്രിഫർ ക്വാളിറ്റി പ്രോഡക്റ്റ് ബിക്കോസ് ദേ ആർ റെഡി ടു പേ ദി പ്രൈസ് അല്ലേ? They need 100% ക്വാളിറ്റി പ്രോഡക്റ്റ്. സോ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാനേജർ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി 100% എൻഷുർ ചെയ്യണം. ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ചെറിയൊരു കോൺസെപ്റ്റ് അല്ല. വി ഹാവ് ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ്, വി ഹാവ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ്. എന്തൊക്കെയാ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ്? വരുന്ന വഴി നാം പറയും. എന്താ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി അറ്റ് സോഴ്സ്, then quality circle, SQC statistical quality control techniques. ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ വരുന്നതാണ്. ഇതൊക്കെ എന്തിനാ? ടു എൻഷുർ ദി ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് അല്ലേ ബൈ എ കമ്പനി. അപ്പൊ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ ഡ്യൂട്ടി ആരാ ചെയ്യുന്നത്? ഓപ്പറേഷൻസ് മാനേജർ ആണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് വർക്ക് മെഷർമെന്റ്. നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് സബ്ജക്റ്റില് മൊഡ്യൂളില് സിലബസില് എന്തൊക്കെയാണോ നമ്മുടെ ഇമ്പോർട്ടന്റ് എലമെന്റ് ആയിട്ടുള്ളത് അതൊക്കെ ഓപ്പറേഷൻ മാനേജർ ചെയ്യുന്ന ഡ്യൂട്ടി തന്നെയാണ്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. സോ വാട്ട് യു മീൻ ബൈ വർക്ക് മെഷർമെന്റ്? മെഷറിംഗ് ദി പെർഫോമൻസ് ബൈ എ വർക്കർ ഈസ് കോൾഡ് വർക്ക് മെഷർമെന്റ്. ഒരു വർക്കർ രാവിലെ 9 മണിക്ക് നമ്മുടെ ഫാക്ടറിയിലേക്ക് വരുന്നു, 5 മണിക്ക് അയാൾ വർക്ക് ചെയ്ത് അയാളുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അല്ലേ? അവിടെ ആ ഒരു സമയത്തിൽ നമ്മൾ അയാളുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈം സ്റ്റഡി ആൻഡ് മോഷൻ സ്റ്റഡി അല്ലേ? എന്നത്ര ഇമ്പോർട്ടന്റ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് കോൺട്രിബ്യൂട്ടഡ് ബൈ FW Taylor. That is time study and motion study. What do you mean by time study? അല്ലേ? To define or to identify or to understand what time is taken by an employee to conclude or to produce a particular product. Then what is motion study? That means movement study. The company or the factory manager should identify what are the unnecessary movements in that particular activity. നമ്മൾ ഒരു പെർട്ടിക്കുലർ എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വന്നാൽ അവൻ എത്ര സമയം പെർട്ടിക്കുലർ വൃത്തിയിൽ അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ടൈം സ്റ്റഡി. ദെൻ മോഷൻ സ്റ്റഡി എന്താ? മൂവ്മെന്റിന്റെ സ്റ്റഡിയാണ്. ചില സമയത്ത് ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ വന്നാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സമയം കളയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. മോഷൻ സ്റ്റഡീന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ അവോയ്ഡ് അൺനെസസറി മൂവ്മെന്റ് ഓഫ് ബോത്ത് മെഷീൻസ് ആൻഡ് മെൻ കേട്ടോ. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈം സ്റ്റഡി ആൻഡ് മോഷൻ സ്റ്റഡി. Next one is inventory control. Most important function of operation management or manager എന്ന് പറയുന്നത് inventory control ആണ്, stock control. എന്താ inventory? That means materials. Inventory of raw material is there, inventory of work in progress is there, inventory of finished goods. Then control the movement of material from and out of the store. Underline ചെയ്യേണ്ട important word ആണ് from and out of the store. കമ്പനിയിലേക്ക്